നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറിന് ഇന്നലെ ഹൈക്കോടതിയിൽ ലഭിച്ചത് ഉജ്ജ്വല വിജയം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന പേരിൽ പോക്സോ കേസായിരുന്നു അരുൺകുമാറിനെതിരെ പോലീസ് എടുത്തത്. ഇപ്പോഴിതാ ഈ കേസിൽ അരുൺകുമാറിനും റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ ഷാബാസിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിക്കുക മാത്രമല്ല, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ കോടതി ഉയർത്തുകയും ചെയ്തു. സംഭവത്തിൽ പെൺകുട്ടിക്കോ മാതാപിതാക്കൾക്കോ പരാതിയുണ്ടോ എന്ന് ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു. ആർക്കുമില്ലാത്ത പരാതി എന്തിനാണ് സർക്കാരിനെന്ന ചോദ്യം. മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഉത്തരം മുട്ടി. പ്രഥമദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കില്ല. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ഒടുവിൽ ഡോക്ടർ അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്ന് ഹൈക്കോടതി പറയുന്നു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണനാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ എടുത്തിട്ടലക്കുകയായിരുന്നു ഡോക്ടർ അരുൺകുമാറിനെ. സംഗതി പോക്സോ കേസാണ്. ഒപ്പനയിലെ മണവാട്ടിയായ പെൺകുട്ടിയോട് ശൃംഗാരഭാവത്തോടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയായിരുന്നു റിപ്പോർട്ടർ ടിവിയിലെ മറ്റൊരു റിപ്പോർട്ടർ. ഇതാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയത്. എന്നാൽ മാതാപിതാക്കൾക്ക് പരാതിയില്ല എന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു. ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയപ്പോൾ ഡോക്ടർ അരുൺകുമാർ വ്യക്തമാക്കിയ മറ്റു ചില വസ്തുതകളുണ്ട്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു റിപ്പോർട്ടർ ടിവി അവിടെ നടത്തിയത്. കുട്ടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അധിക്ഷേപിക്കുകയായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ മാത്രമാണ് ആ പ്രോഗ്രാമിനെ ഞങ്ങൾ സമീപിച്ചത്. പ്രഥമദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കുന്നതല്ലല്ലോ എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ് ഡോക്ടർ അരുൺകുമാറിന് ലഭിച്ച ഏറ്റവും വലിയ വിജയം. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയിലായിരുന്നു നേരത്തെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. തങ്ങൾക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ഡോക്ടർ അരുൺകുമാറും ഷാബാസും ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയപ്പോൾ അതിൽ പറഞ്ഞിരുന്നത്. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുമതിയോടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു പരിപാടി സംഘടിപ്പിച്ചു, അത്രമാത്രം. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജാമ്യവിധി നേടിയെടുക്കുക മാത്രമല്ല ഡോക്ടർ അരുൺകുമാർ ഈ ഉത്തരവിലൂടെ ഇപ്പോൾ നേടിയിരിക്കുന്നത്. മറിച്ച് കേരളത്തിലെ പത്രപ്രവർത്തകർക്കിടയിൽ തലയെടുപ്പോടെ ഡോക്ടർ അരുൺകുമാർ വളർന്നു വരുന്ന കാഴ്ചയാണ്. മുൻപും പലവിധ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ പഴയിടം നമ്പൂതിരിക്കെതിരെയുള്ള പരാമർശങ്ങൾ. 2021 കാലഘട്ടത്തിൽ അരുൺകുമാറിനെ കേരളം ഏറെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് 24 ന്യൂസ് ചാനലിൽ തലയെടുപ്പോടെ വളർന്നു വന്ന ഒരു പത്രപ്രവർത്തകൻ. സാധാരണഗതിയിൽ മസിലൊക്കെ പിടിച്ച് ബുദ്ധിജീവി ചമഞ്ഞ കേരളത്തിലെ പത്രപ്രവർത്തകർക്കിടയിലേക്ക് ഒരു പുതിയ ജനകീയ മുഖമായി അവതാരമെടുത്തതായിരുന്നു ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് 24 ന്യൂസിൻ്റെ മുഖമായി അരുൺകുമാർ മാറി. തല മൊട്ടയടിച്ചുകൊണ്ട് ഇത് തന്റെ ബ്രാൻഡായി അരുൺകുമാർ 24 ന്യൂസിൽ ഉപയോഗപ്പെടുത്തി. ശ്രീകണ്ഠൻ നായർക്കൊപ്പം അന്ന് 24 ന്യൂസിനെ ജനകീയമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു മാധ്യമപ്രവർത്തകന്റെ വേഷത്തിലേക്ക് പിന്നീട് അരുൺകുമാർ വളർന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. ശമ്പളമില്ലാതെ അവധിയെടുത്താണ് അന്ന് 24 ന്യൂസിലേക്ക് അവതാരകനായി എത്തുന്നത്. എന്നാൽ അവധി കാലാവധി അവസാനിച്ചപ്പോൾ 24-ൽ നിന്ന് രാജിവെക്കാൻ അദ്ദേഹം നിർബന്ധിതരായി. വലിയ വിവാദങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. അവധി നീട്ടിക്കൊടുക്കാൻ സർവകലാശാലയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും സർവകലാശാല അനുമതി കൊടുത്തില്ല. അങ്ങനെ തിരികെ സർവകലാശാലയിലെ അധ്യാപന ജോലിയിലേക്ക് അദ്ദേഹം വീണ്ടും പ്രവേശിച്ചു. ഒരേ സമയം സർവകലാശാലയിലും ന്യൂസ് ചാനലിലും ജോലി ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ നാളുകൾ. വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമൊക്കെ അന്നും സമൂഹ മാധ്യമങ്ങളിൽ അരുൺകുമാറിനെതിരെ മുഴങ്ങിക്കേട്ടു. 24 ന്യൂസിലെ പ്രൈം ടൈം ചർച്ചയായ എൻകൗണ്ടറിൽ തിളങ്ങി നിന്ന മുഖം. അതിലപ്പുറം ജനകീയ കോടതി എന്ന പ്രോഗ്രാമിലൂടെ കേരളത്തിന്റെ കയ്യടി നേടിയ അവതാരകൻ. അരുൺകുമാറിനെ കേരളത്തിന്റെ വാർത്താ ലോകത്തിന് നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടുപോയ നാളുകൾ. സർക്കാർ സർവീസിലുള്ളവർക്ക് ഡ്യൂട്ടിയെ ബാധിക്കാതെ മുൻകൂർ അനുമതിയോടെ വാർത്താവതരണം, കലാ സാംസ്കാരിക ചലച്ചിത്ര അഭിനയം തുടങ്ങി പല മേഖലകളിലും പങ്കെടുക്കാമെന്നിരിക്കവെയാണ് സർവകലാശാല പിന്നീട് അരുൺകുമാറിനുള്ള അനുമതി നിഷേധിച്ചത്. കേരളത്തിലെ ചാനലുകൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടക്കുന്ന കാലഘട്ടം. അന്ന് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഒക്കെ സർക്കാരിനെതിരെ നിശ്ചിത വിമർശനങ്ങളാണ് തൊടുത്തത്. എന്നാൽ അതിനിടയിൽ ചെറിയ ഇടതുപക്ഷ ചായ്വ് കാട്ടി 24 ന്യൂസ് വളർന്നു വന്നു. LDFിനൊപ്പം എന്ന പ്രചരണമാണ് മറുവിഭാഗം ഉയർത്തിവിട്ടത്. അരുൺകുമാറിൻ്റെ സഖാവ് ജീവിതമൊക്കെ ചിലർ ചർച്ചയാക്കി. അവിടെ പതറിയില്ല.
അരുൺകുമാർ എന്ന പത്രപ്രവർത്തകൻ. പിന്നീട് നമ്മൾ അരുൺകുമാറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ കേൾക്കുന്നത് പഴയ കലോത്സവ കാലഘട്ടത്തിലാണ്. ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് ഭക്ഷണത്തിൽ നിന്ന് ജാതി വേർതിരിച്ചെടുത്തതിനാണ് ഈ അവാർഡ് എന്നൊക്കെ 24 ന്യൂസിലെ അരുൺകുമാറിനെ ആക്ഷേപിക്കുന്ന നിരവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കാലം. 24 ന്യൂസിൽ അവതാരകനായി എത്തുന്നതിന് മുൻപ് ശാസ്ത്രപ്രചാരകൻ, സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെയുള്ള പേരുകളിലാണ് ഡോക്ടർ അരുൺകുമാർ അറിയപ്പെട്ടിരുന്നത്. ശാസ്ത്ര സംവാദങ്ങളിലെ സ്ഥിരം മോഡറേറ്റർ. അവിടെ നിന്നാണ് അദ്ദേഹം വാർത്താലോകത്തെത്തുന്നത്. അപ്പോൾ യുക്തിവാദം വിട്ട് മതചിന്തകളിലേക്ക് കടക്കുക സ്വാഭാവികം. അങ്ങനെയിരിക്കെയാണ് കലോത്സവത്തിലെ പഴയിടം രുചികൾ വിവാദമാക്കിയത്. കേരള സ്കൂൾ കലോത്സവത്തിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി തെരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ട പോസ്റ്റ് ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് കേരളത്തിൽ വിവാദമായി കത്തിപ്പടർന്നു. സമൂഹത്തിൽ വെറുപ്പും കാലുഷ്യവും ഉണ്ടാക്കുന്ന പോസ്റ്റെന്ന് ചിലർ കുറ്റപ്പെടുത്തി. അരുൺകുമാർ എയറിലായി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ പ്രവചിച്ചുവെങ്കിലും പിന്നീട് ഡോക്ടർ അരുൺകുമാർ വാർത്താലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കണ്ടത്. അരുൺകുമാർ വിവാദത്തിനൊടുവിൽ പഴയിടം കലോത്സവം പാചകം നിർത്തി എന്ന പ്രഖ്യാപനം വരെ നടത്തുന്നു. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ അഞ്ചലിലാണ് അരുൺകുമാർ ജനിച്ചത്. ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്നു. ബാലകൃഷ്ണപിള്ളയുടെ സ്കൂളായ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു തുടക്കം. പിന്നീട് സെന്റ് ജോൺസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ ചേർന്നു. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പൊളിറ്റിക്കൽ സയൻസിൽ PhD-യും എടുത്തു. ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതായിരുന്നു റിസർച്ച് വിഷയം. ഗവേഷണത്തിന്റെ ഭാഗമായി സർദാർ സരോവരിൽ പോയി 9 മാസക്കാലം മേധ പട്കർക്കൊപ്പം താമസിച്ചു. ഈ കാലയളവ് തന്നെ വല്ലാതെ സ്വാധീനിച്ചുവെന്ന് പിന്നീട് ചില അഭിമുഖങ്ങളിൽ അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മേധ പട്കറുടെ സഹവാസം തന്നിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരുത്തി എന്ന് പിന്നീട് അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ കൊണ്ടു നടന്നിരുന്ന കാർ വിറ്റ് സൈക്കിൾ വാങ്ങിയത് അങ്ങനെയാണത്രേ. കുറെ കാലം സൈക്കിളിലായിരുന്നു ആ റിസർച്ച് സ്കോളറിന്റെ യാത്ര. എന്നാൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിനാണ് അരുൺകുമാർ ഇത്തരം ചില ചെയ്തികൾ നടത്തിയതെന്ന് വിമർശകർ പറയുന്നു. അധ്യാപനവും മാധ്യമപ്രവർത്തനവും തനിക്ക് ഒരുപോലെ പാഷനാണ്. ഏതേതിനേക്കാൾ മെച്ചമെന്ന് തനിക്ക് നിർവചിക്കാൻ കഴിയില്ല. പല അഭിമുഖങ്ങളിലും അരുൺകുമാർ ഇങ്ങനെ തുറന്നടിച്ചിരുന്നു. BA റാങ്ക് ഹോൾഡറാണ് അരുൺകുമാർ. റിസൾട്ട് വരുന്ന സമയത്ത് അദ്ദേഹം അഞ്ചലിലെ അരിസ്റ്റോ എന്ന പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്നു. പിന്നീട് കാര്യവട്ടം ക്യാമ്പസിലെത്തിയപ്പോൾ അധ്യാപന ജോലിയുടെ ആഴങ്ങൾ മനസ്സിലാക്കി. തന്നെ വളർത്തിയെടുത്ത അതേ കാര്യവട്ടം ക്യാമ്പസിൽ പിന്നീട് അധ്യാപകനായി ജോലി ചെയ്യുക അതൊരു അസുലഭ അവസരമാണ്. എന്നാൽ 22-ാം വയസ്സിൽ അദ്ദേഹം ദൂരദർശൻ അവതാരകനായതോടെ പുതിയ ചുവടുവയ്പ്പുകളുടെ ലോകത്തായി. പിന്നീട് ഏഷ്യാനെറ്റ്, കൈരളി, ഇന്ത്യ വിഷൻ, മീഡിയ 1, 24 തുടങ്ങിയ ചാനലുകളിൽ മുഖം കാട്ടി. വളരെ ചെറുപ്പത്തിൽ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ മേടിക്കാറുണ്ട് അരുൺകുമാർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ കമ്പമാണ് ക്വിസ് മത്സരങ്ങളെന്ന് അഭിമുഖങ്ങളിൽ അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീ ഡിഗ്രിയിലും ഡിഗ്രിയിലുമൊക്കെ ഡിബേറ്റുകളായി അരുൺകുമാറിന്റെ ഇഷ്ടമേഖല. PGക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് ഒരു ഇന്റർ കോളേജ് ഡിബേറ്റിൽ അരുൺകുമാറിന് 1ാം സമ്മാനം ലഭിക്കുന്നു. അന്ന് അവിടെ വിധികർത്താവായി എത്തിയത് അശ്വമേധം ഫേമസ് GS പ്രദീപ്. അന്ന് ദൂരദർശനിൽ നല്ല റേറ്റിംഗ് ഉള്ള വിവാദപർവം എന്ന ടോക്ക് ഷോ നടത്തുകയായിരുന്നു GS പ്രദീപ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അശ്വമേധം എന്ന പ്രോഗ്രാം ആരംഭിക്കുന്നു. താൻ ദൂരദർശനിലെ ഈ ടോക്ക് ഷോ അവസാനിപ്പിക്കുകയാണ് എന്ന് GS പ്രദീപ് അരുൺകുമാറിനോട് പറഞ്ഞു. ഡിബേറ്റിൽ ജയിച്ച് മിന്നിത്തിളങ്ങി നിൽക്കുന്ന അരുൺകുമാറിന്റെ മുഖത്തേക്ക് GS പ്രദീപ് നോക്കി. അതെ, തന്റെ ടോക്ക് ഷോ വീണ്ടും തുടരാൻ മിടുമിടുക്കനാണ് ഈ അരുൺകുമാർ. വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു തനിക്കെന്ന് കൈവന്നത് എന്ന് അരുൺകുമാർ പിന്നീട് അഭിമുഖങ്ങളിൽ പറഞ്ഞു. അന്ന് തനിക്ക് 22 വയസ്സ് മാത്രം പ്രായം. പക്ഷേ എനിക്ക് വളരെ വലിയ ആളുകളെ വെച്ച് ആ സംവാദം നടത്താൻ കഴിഞ്ഞു. ശ്രീകണ്ഠൻ നായരുടെ നമ്മൾ തമ്മിൽ കഴിഞ്ഞാൽ അന്ന് ഏറ്റവും റേറ്റിംഗ് ഉള്ള മറ്റൊരു ടോക്ക് ഷോ. അങ്ങനെ അരുൺകുമാർ പ്രേക്ഷകരുടെ മുന്നിൽ താരമായി വളർന്നു തുടങ്ങി. ദൂരദർശനിലെ ആ തുടക്കം തന്നെയായിരുന്നു മറ്റൊട്ടനവധി അവസരങ്ങളിലേക്കുള്ള വാതായനം അരുൺകുമാറിന് മുന്നിൽ തുറന്നിട്ടത്. പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്നും ഒരു കോൾ. അങ്ങനെയാണ് രാജശ്രീ വാര്യറൊക്കെ ചെയ്തിരുന്ന മോർണിംഗ് ഷോ അവതരിപ്പിക്കാനുള്ള അവസരം അരുൺകുമാറിന് ലഭിച്ചത്. ഏഷ്യാനെറ്റിൽ തിളങ്ങി നിൽക്കവേ ഇന്ത്യ വിഷനിൽ ഒരു ചാൻസ്. എന്നാൽ പിന്നെ ഇന്ത്യ വിഷനിൽ ഒരു കൈ നോക്കാമെന്ന് അരുൺകുമാർ വിചാരിച്ചു. എന്നാൽ PhD റിസർച്ചിന്റെ ഭാഗമായി ഒത്തിരി സമയം വേണ്ടി വന്നതുകൊണ്ട് ഇന്ത്യ വിഷനിലെ ജോലി വേണ്ടെന്ന് വെക്കുന്ന ഘട്ടത്തിലെത്തി. PhD പൂർത്തിയാക്കിയതിനു ശേഷം മാധ്യമപ്രവർത്തനത്തിൽ വീണ്ടും പാർട്ട് ടൈം ജോലികളിലേക്ക് അരുൺകുമാർ പ്രവേശിച്ചു. നമ്മൾ തമ്മിൽ എന്ന പരിപാടിയുടെ ആങ്കറായി 1 വർഷം ജോലി ചെയ്തു. ആ സമയത്ത് ജോൺ ബ്രിട്ടാസ് ഏഷ്യാനെറ്റിലെത്തുന്നു.
സാക്ഷാൽ മമ്മൂട്ടിയുടെ വിളി പുറകെയും. കൈരളിയിൽ 2 ഷോയുണ്ട്, ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു മമ്മൂട്ടി ചോദിച്ചത്. കൈരളിയിൽ ജോലി ചെയ്യുമ്പോൾ മീഡിയ വണ്ണിൽ നിന്നും കോളെത്തി. കേരള സമ്മിറ്റ് എന്നൊരു ടോക്ക് ഷോയാണ് അവിടെ ചെയ്യേണ്ടത്. പിന്നീട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് അരുൺകുമാർ വളർന്നു കയറി. പിന്നീട് 24 ന്യൂസിനു വേണ്ടി ഒരു മേക്ക് ഓവർ നടത്തി അരുൺകുമാർ നേരെ ചാനൽ ഫ്ലോറിലേക്ക്. ശ്രീകണ്ഠൻ നായരുടെ വലതുവശത്ത് നിന്ന് തകർപ്പൻ ഷോകളിലൂടെ കേരളത്തിലെ പ്രേക്ഷകരെ കൈയെടുത്തു. അതായിരുന്നു അരുൺകുമാറിന്റെ ജീവിതത്തിലെ മറ്റൊരു ട്വിസ്റ്റ്. 24 ന്യൂസ് ചാനലിൽ ജോയിൻ ചെയ്യുമ്പോൾ തലയിൽ മുടിയുണ്ടായിരുന്ന അരുൺകുമാർ തല മൊട്ടയടിച്ച് അത് തന്റെ ബ്രാൻഡാക്കി മാറ്റി. BBC മുതലായ ഒട്ടനവധി അന്താരാഷ്ട്ര ചാനലുകളിൽ ഇത്തരം മൊട്ട അവതാരകരുണ്ട്. അതവരുടെ ഒരു ട്രേഡ് മാർക്കാണ്. 24 ന്യൂസിന് സ്വീകാര്യത കിട്ടാനായി, വ്യത്യസ്തത തോന്നിക്കാനായി താൻ ബോധപൂർവം നടത്തിയൊരു ശ്രമമായിരുന്നു ഈ മൊട്ടയടിയെന്ന് പിന്നീട് അരുൺകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർക്ക് ഒരു പേടിയുണ്ടായിരുന്നു, മുടിയില്ലാത്ത അവതാരകനെ ആളുകൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ. എന്നാൽ പിന്നീട് വലിയ സ്വീകാര്യത തനിക്ക് ലഭിച്ചുവെന്ന് അരുൺകുമാർ അഭിമുഖങ്ങളിൽ വെട്ടിത്തുറന്നു പറഞ്ഞു. പിന്നീട് അരുൺകുമാർ 24-ൽ നടത്തിയത് സമാനതകളില്ലാത്ത അശ്വമേധം. അവിടെ ടോക്ക് ഷോ മാത്രമല്ല, അവതാരകൻ എന്ന നിലയിൽ മിന്നിത്തിളങ്ങി. നിമിഷാർത്ഥത്തിൽ 24 ന്യൂസ് ഉയരങ്ങളിലേക്ക് കുതിച്ചു. ഒരു വശത്ത് ശ്രീകണ്ഠൻ നായരുടെ മെയ്വഴക്കം, മറുവശത്ത് ആങ്കറായിരുന്ന അരുൺകുമാറിൻ്റെ തന്മയത്വമാർന്ന അവതരണ ശൈലി. ഭക്തിമാർഗം നീങ്ങുന്ന നിരവധി ചാനലുകളെ വെട്ടി യഥാർത്ഥ ശാസ്ത്രബോധത്തിലൂടെ മുന്നോട്ടു പോകാൻ അരുൺകുമാർ ചാനലിനെ ഉപദേശിച്ചു. അങ്ങനെ മോഹൻ വൈദ്യർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചില്ലാതാക്കി. ജനകീയ കോടതിയിൽ നിരവധി പ്രമുഖരെ വലിച്ചു കീറിയിട്ടു. ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ചേർന്നാൽ കേരളത്തിലെ ഏറ്റവും ഉശിരൻ ജോഡികളായി. ഇത് വാർത്താവതരണത്തിൽ തനത് ശൈലി സൃഷ്ടിക്കപ്പെടാൻ ഇടവരുത്തി. ഇലക്ഷൻ കാലത്തൊക്കെ 2 പേരും ഫ്ലോറിൽ നിറഞ്ഞ് തകർത്താടുന്ന കാഴ്ച. ഇതോടെ മുഖ്യധാരാ ചാനലുകളൊക്കെ ഒന്ന് വിരണ്ടു. 24-ന്റെ കുതിച്ചുകയറ്റം. അരുൺകുമാറും 24 ന്യൂസിന്റെ ശ്രീകണ്ഠൻ നായരും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ 24-നെ നയിക്കുന്നത് എന്നുവരെ പ്രേക്ഷകർ കമന്റുകളിൽ എഴുതി ചോദിച്ചു. 24 ന്യൂസിന്റെ വരവ് ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ ആയിരുന്നുവെങ്കിൽ അരുൺകുമാർ അതിലെ താരമായി മാറി. 24 ന്യൂസിൽ നിറഞ്ഞു നിന്ന അരുൺകുമാർ ഒരു സുപ്രഭാതത്തിൽ തിരികെ അധ്യാപനത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അതാണ് അന്ന് വലിയ ചർച്ചകൾ ഉയർത്തിയതും. തുടക്കം മുതൽ അരുൺകുമാർ പുലർത്തിയ ഒരു CPM ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെട്ടു. സൈബർ ഇടങ്ങളിലൊക്കെ പലരും അദ്ദേഹത്തെ വലിച്ചു കീറി. കത്തി നിൽക്കുന്നതിനിടയിൽ ഒരു സുപ്രഭാതത്തിൽ നേരെ 24-ൽ നിന്ന് പടിയിറങ്ങുന്ന അരുൺകുമാർ. 24-ൽ നിന്ന് പടിയിറങ്ങിയ അരുൺകുമാർ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടി. സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന കുറിപ്പുകൾ വലിയ വിവാദങ്ങളായി ജനങ്ങൾ കൊണ്ടു നടന്നു. അതൊക്കെ വലിയ വൈറൽ പോസ്റ്റുകളായി മാറി. ഒടുവിൽ ഒട്ടൊക്കെ അപ്രതീക്ഷിതമായി അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, 16 വർഷത്തെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ച് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങുന്നു എന്നായിരുന്നു അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. PSC പരീക്ഷ എഴുതി അഭിമുഖം കഴിഞ്ഞ് നിയമനം നേടി 14 വർഷം ജോലി ചെയ്ത പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജാണ് ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒറ്റപ്പാലത്തെയും കാര്യവട്ടത്തെയും ഒക്കെ അധ്യാപന കാലവും ഹൃദ്യം തന്നെ. 2004 ഡിസംബറിൽ തുടങ്ങിയ സർവീസ് അവസാനിപ്പിക്കുമ്പോൾ നഷ്ടമേറെയുണ്ട്. 16 വർഷം ബാക്കിയുണ്ട് സർവീസിൽ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ. എങ്കിലും വാർത്താമുറിയിലെ ജീവിതം താൻ ഇഷ്ടപ്പെടുന്നു. അതൊരു തൊഴിൽ മാത്രമായി തോന്നാത്തതുകൊണ്ട് അവിടേക്ക് തന്നെ മടങ്ങുന്നു. ഇന്നേ വരെ ഒരു സ്വാധീനത്തിലും ശ്രമിച്ചിട്ടില്ല, വഴങ്ങിയിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിലടക്കം ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നിട്ടും നിയമനം നൽകാതെ മരവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ MP നികേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ പടി കയറിച്ചെന്ന് അരുൺകുമാർ പിന്നീട് കേരളത്തിന്റെ മറ്റൊരു താരമായി ഉയർന്നു. മുട്ടിൽ മരംമുറി കേസിലെ പ്രതികൾ മാനേജ്മെന്റിൽ വന്നതോടെ വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അരുൺകുമാറിൻ്റെ പടയോട്ടം. പിന്നീട് റിപ്പോർട്ടർ TV ചാനൽ റേറ്റിംഗിൽ കുതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബാർക്ക് റേറ്റിംഗിൽ അവർ മിന്നിച്ചു. ഈ കാലഘട്ടത്തിലും പലവിധ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നു. അരുൺകുമാറിൻ്റെ പത്രപ്രവർത്തന ശൈലി പരക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. ഷിരൂർ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ കാണിച്ച അമിതാവേശത്തിൻ്റെ പേരിൽ പല ട്രോളുകളിൽ നിറഞ്ഞു. എങ്കിലും അരുൺകുമാർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് തൻ്റെ ശൈലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുതന്നെയാണ് അരുൺകുമാറിൻ്റെ ഉജ്ജ്വല വിജയവും. വിവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ അവിടെ നിൽക്കട്ടെ. ഓരോ വിവാദങ്ങളിലും നമുക്ക് അരുൺകുമാറിനെ കുത്തിപ്പറിക്കാം. അവിടെ നിന്ന് കൂടുതൽ ഊർജത്തോടെ അദ്ദേഹം വിജയിച്ചു വരുമ്പോൾ അഭിനന്ദിക്കാം. അഭിനന്ദനവും വിമർശനവുമൊക്കെ പത്രപ്രവർത്തനത്തിൻ്റെ 2 വശങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അരുൺകുമാറിന് ഇന്നലെ ഹൈക്കോടതിയിൽ നേടാൻ കഴിഞ്ഞത് ഉജ്ജ്വല വിജയമാണ് എന്നുറപ്പിച്ച് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.